ഞങ്ങൾ അതിന് അകത്തൊരു പ്രതിഷേധം ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾ അതിനകത്തുള്ള വേദനയാണ് പറഞ്ഞത്. കാരണം ഈ 4 ദിവസം എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ അവരുടെ മറ്റ് ജോലികളൊക്കെ ഒഴിവാക്കി ധാരാളം പണം ചെലവഴിച്ച് ചെയ്യുന്നൊരു പ്രവർത്തനത്തെ മാനിക്കണം എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. പക്ഷെ അത് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഉണ്ടായ ഒരു വേദന ഞങ്ങൾ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇപ്പോഴും അതിനകത്ത് യാതൊരു തരത്തിലുള്ള വാശിയും പിടിച്ച് ഞങ്ങളിനി അങ്ങനെ ഭക്ഷണം കൊടുക്കില്ല എന്നുള്ളൊരു നിലപാടൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല. ഞങ്ങൾ ഇപ്പോഴും പറയണത് അവരാവശ്യപ്പെടുകയാണെങ്കിൽ, കാരണം ഇപ്പോഴും കലക്ടറുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടു, അങ്ങനെ വേറെ ആരും സന്നദ്ധ സംഘടനകൾ കൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കലക്ടർ ഇപ്പോഴും പറയുന്നുണ്ട്. മന്ത്രിയാണെങ്കിൽ പിന്നെ നേരെ തിരിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു നിലപാട് സർക്കാർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത നിമിഷം മുതൽ ഭക്ഷണ വിതരണം പുനരാരംഭിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. തീർച്ചയായിട്ടും 30-ന് രാത്രി ഈ ഉരുൾപൊട്ടലുണ്ടായി കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിഞ്ഞ ഈ പരിസരത്തുള്ള എല്ലാ വൈറ്റ് ഗാർഡ് പ്രവർത്തകരും ഇവിടെ എത്തി. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി. പിന്നെ സംസ്ഥാനത്തുടനീളമുള്ള വൈറ്റ് ഗാർഡ് പ്രവർത്തകരോട് ഇങ്ങോട്ടേക്ക് വരണം, തയ്യാറായിട്ടുള്ള ആളുകൾ വരണം എന്ന് പറഞ്ഞു. അന്ന് ഉച്ചയോടെയും വൈകുന്നേരവും ധാരാളം പ്രവർത്തകർ, വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകർ ഇവിടെ എത്തി. അന്ന് മുതൽ ഇന്ന് വരെ വിശ്രമമില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ നോക്കുമ്പോൾ 2 മണിക്കാണ് ഈ പിന്നെ പൊതുശ്മശാനത്തിൽ അവിടെ ഹാരിസന്റെ ഭൂമിയിൽ പിന്നെ കബറ് അവിടെ കുഴിച്ച് പിന്നെ എല്ലാ സംസ്കാര ചടങ്ങുകളും പൂർത്തിയായി എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷമാണ് വൈറ്റ് ഗാർഡ് മാത്രമല്ല എല്ലാ സന്നദ്ധ പ്രവർത്തകരും പോയിട്ടുള്ളത്. വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. മാത്രമല്ല നിലമ്പൂരിലെ പുഴയിൽ തിരയുന്ന കാര്യത്തിലാണെങ്കിലും ക്യാമ്പിൽ പിന്നെ ആളുകൾക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അതിലൊക്കെ ഉപരിയായി കഴിഞ്ഞ 4 ദിവസം തുടർച്ചയായിട്ട് ഏതാണ്ട് 8,000-ഓളം ആളുകൾക്ക് എല്ലാ ദിവസവും രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഭക്ഷണം കൊടുത്ത നരിപ്പറ്റ പഞ്ചായത്തിലെ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകർ, അങ്ങനെ എല്ലാ മേഖലയിലും നല്ല ഒരു സേവനം ചെയ്യാൻ വൈറ്റ് ഗാർഡിന് സാധിച്ചു എന്നുള്ള ഒരു അഭിമാനം തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറഞ്ഞത് യൂട്യൂബറാണ്. അപ്പോൾ ഇന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞത് മാതൃകാ പ്രവർത്തനമാണ് യൂത്ത് ലീഗ് അല്ലെങ്കിൽ വൈറ്റ് ഗാർഡ് ചെയ്യുന്നതെന്നാണ്. എന്താണ് അതിനോടുള്ള പ്രതികരണം? തീർച്ചയായിട്ടും മന്ത്രിയുടെ വാക്കുകളെ ഞങ്ങളും മാനിക്കുന്നുണ്ട്. കാരണം മന്ത്രിയായിട്ട് ഞങ്ങളും ഇതിന്റെ മുമ്പ് നേരിട്ട് സംസാരിച്ചപ്പോഴൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഒരു കോഡിയൽ റിലേഷനാണ് അദ്ദേഹവുമായിട്ട് ഉണ്ടായിട്ടുള്ളത്. രക്ഷാപ്രവർത്തനത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ സഹകരിക്കുന്ന ഒരു സമീപനമാണ് റവന്യൂ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളെയും വൈറ്റ് ഗാർഡിനെ അദ്ദേഹം അംഗീകരിച്ചതിലുള്ള ബഹുമാനിച്ചതിലുള്ള സന്തോഷമൊക്കെ ഞങ്ങളും പ്രകടിപ്പിക്കുകയാണ്. ഇത് ദുരന്തമുഖമാണ്. ദുരന്തമുഖത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളും. മാത്രമല്ല ഇതിനകത്ത് ദുരന്തമുഖത്ത് ഭരണപക്ഷം പ്രതിപക്ഷം എന്നൊന്നുമില്ല. എല്ലാവരും ചേർന്ന് കൂട്ടായി പ്രവർത്തിക്കേണ്ട ഒന്നാണ്. പക്ഷെ അവിചാരിതമായി ഊട്ടുപുര നിർത്തിയതുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ അതിന് അകത്തൊരു പ്രതിഷേധം ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾ അതിനകത്തുള്ള വേദനയാണ് പറഞ്ഞത്. കാരണം ഈ 4 ദിവസം എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ അവരുടെ മറ്റ് ജോലികളൊക്കെ ഒഴിവാക്കി ധാരാളം പണം ചെലവഴിച്ച് ചെയ്യുന്നൊരു പ്രവർത്തനത്തെ മാനിക്കണം എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. പക്ഷെ അത് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഉണ്ടായ ഒരു വേദന ഞങ്ങൾ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇപ്പോഴും അതിനകത്ത് യാതൊരു തരത്തിലുള്ള വാശിയും പിടിച്ച് ഞങ്ങളിനി അങ്ങനെ ഭക്ഷണം കൊടുക്കില്ല എന്നുള്ളൊരു നിലപാടൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല. ഞങ്ങൾ ഇപ്പോഴും പറയണത് അവരാവശ്യപ്പെടുകയാണെങ്കിൽ, കാരണം ഇപ്പോഴും കലക്ടറുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടു, അങ്ങനെ വേറെ ആരും സന്നദ്ധ സംഘടനകൾ കൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കലക്ടർ ഇപ്പോഴും പറയുന്നുണ്ട്. മന്ത്രിയാണെങ്കിൽ പിന്നെ നേരെ തിരിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു നിലപാട് സർക്കാർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത നിമിഷം മുതൽ ഭക്ഷണ വിതരണം പുനരാരംഭിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എല്ലാവർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് കമ്മ്യൂണിറ്റി കിച്ചണൊക്കെ ഒരു പരിമിതി ഉണ്ട്. അവരാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ പരിസരത്തുള്ള ഈ അഫക്റ്റഡ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം മാത്രമല്ല, ഇതിന്റെ പരിസരത്തൊക്കെ ടൂറിസം നിലച്ചുപോയി. കാരണം അപ്പോൾ അവരൊക്കെ പട്ടിണിയിലാണ്. അവരും കൂടെ വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഈ 900 കണ്ടി പരിസരത്തുള്ളൊക്കെ ധാരാളം ആളുകൾ ജീവിച്ചിരുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ടാണ്. അവർക്കൊന്നും ഭക്ഷണമില്ല. അവരൊക്കെ ഞങ്ങളുടെ ഊട്ടുപുരയിൽ വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ആശ്വാസമായിരുന്നൊരു സംഗതിയാണ് ഒറ്റയടിക്ക് നിലച്ചുപോയത്. അതിന്റെ ഒരു പ്രയാസം സ്വാഭാവികമായി ആളുകൾ പങ്കുവെക്കുന്നു. ഞങ്ങൾ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകരൊന്നല്ല, സാധാരണക്കാരായ ഒരുപാട് ആളുകൾ രക്ഷാപ്രവർത്തകർ. ഇപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു രക്ഷാപ്രവർത്തകർ ഞങ്ങളോട് വന്നിട്ട് വലിയ സങ്കടം പറഞ്ഞു. പക്ഷെ അത് ഞങ്ങൾ വലിയ രീതിയിൽ ഉന്നയിക്കുന്നില്ല. പക്ഷേ സർക്കാർ ഔദ്യോഗികമായി ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, അടുത്ത നിമിഷം മുതൽ ഭക്ഷണ വിതരണം പുനരാരംഭിക്കാൻ തയ്യാറാണ് എന്നുള്ള നിലപാട് തന്നെയാണ്. സന്തോഷത്തോടെ കഴിഞ്ഞതൊക്കെ മറന്ന് സന്തോഷത്തോടെ പുനരാരംഭിക്കാൻ ഞങ്ങൾ ഇപ്പോഴും തയ്യാറാണെന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളാണത്. ദുരന്തമുഖത്ത് രാഷ്ട്രീയമില്ല. ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ വീണ്ടും യൂട്യൂബർ സംവിധാനം അല്ലെങ്കിൽ ഈ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കാൻ യൂത്ത് ലീഗ് അല്ലെങ്കിൽ വൈറ്റ് ഗാർഡ് തയ്യാറാണെന്നാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നത്.